ഹായ് എവ്രി വൺ. അപ്പോൾ നമുക്കിത് രണ്ട് നമ്പർ ഉണ്ട്, 24 and 95. നിങ്ങൾക്ക് ഏത് നമ്പറാണ് കോൾ ചെയ്യുന്നത് വെച്ചാൽ പൈൽ 1 ആയിട്ട് 24 എടുക്കാം, പൈൽ 2 ആയിട്ട് 95 എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്ന വീഡിയോ പൈൽ 1, 2, 4 നമുക്ക് നോക്കാം. പൈൽ 1 പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കണക്ഷനിൽ ഒരു ആക്ഷൻ എടുക്കുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുമോ എന്ന്. പൈൽ 1 ആണ്, 2, 4 കേട്ടോ. 2, 4, 6 ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 ഏതാണ് നിങ്ങൾക്ക് കോൾ ചെയ്യുന്നത് വെച്ച് എടുക്കാം കേട്ടോ. പെട്ടെന്നാണ് ഇൻഡ്യൂട്ടീവിൽ എടുക്കേണ്ടത്, കുറേ ചിന്തിക്കരുത്. പെട്ടെന്ന് 2 നമ്പർക്കാണ് ഒന്നിൽ കോളിങ് വരും. യെസ്, വേൾഡ് കാർഡാണ്. അവരൊരുപാട് ലെസൺസ് പഠിക്കുന്നു അല്ലെങ്കിൽ ലെസൺസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മേ ബി നിങ്ങളുടെ പേഴ്സൺ വേറെ കൺട്രിയിലായിരിക്കാം, ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും മേ ബി നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് കാണിക്കുന്നത്. വേൾഡ് കാർഡാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ കാഴ്ച പറയാം. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 6 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് സോഡ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസും ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസുമാണ് വന്നിട്ടുള്ള കാർഡ്സ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് പൈല് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയുന്നത് നിങ്ങളെ പേഴ്സൺ ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പോയിരുന്നു 5 ഓഫ് കപ്സ്. പക്ഷെ അത് റിവേഴ്സ് ആയിട്ടുണ്ട്. റിവേഴ്സ് ആയെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ആ ഒരു വിഷമത്തിൽ നിന്ന്, ലോ എനർജിയിൽ നിന്ന് അവർ ഹൈ വൈബ്രേഷനിലേക്ക് വരുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ കണക്ഷനെ പറ്റിയിട്ടുള്ള കുറേ കണക്ഷൻസ് കിട്ടുന്നു, അല്ലെങ്കിൽ ബോൺസ് മനസ്സിലാവുന്നു, കുറേ ലൈഫ് പാസ്റ്റ് ലൈഫ് തൊട്ടിട്ട് ഇവർ തമ്മിൽ കണക്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിലൊരു തേർഡ് പേഴ്സൺ വന്നത് ഒരു ഫെമിനിൻ എനർജി, മേ ബി അമ്മയോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ഒക്കെ ആയിരിക്കും. ക്യൂൻ ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. അവരാണ് നിങ്ങളുടെ കണക്ഷനെ മെയിനായിട്ട് ബ്ലോക്ക് ചെയ്യിപ്പിത്. കണ്ടോ, പറ്റില്ല, ഞാൻ പറയുന്നതോട് നീ നിൽക്കണം എന്നുള്ളൊരു കമാൻഡ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് അവരുടെ എന്തായത് ജഗ്ലിങ് ആയത്. അവർക്കും ഇവരോട് ഒരുപാട് നെഗറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അവരിങ്ങനെയാവും, ഇങ്ങനെ എൻ്റെ ലൈഫ് പോകുന്നൊക്കെ ഇവരെ പേടിപ്പിച്ചപ്പോൾ ഇവർക്ക് ജഗ്ലിങ് ആയി. എന്താ ചെയ്യേണ്ടത്, അമ്മാനം അടിക്കൊണ്ടിരിക്കില്ല. ഈ ഒരു ഒരു പറയുന്നത് ഞങ്ങൾ വേറെ പേഴ്സണെ കണ്ടുപിടിച്ച് തരാം, ഇതാണ് നിങ്ങൾക്ക് ബെറ്റർ ആവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കൺഫ്യൂഷനായി ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തല്ലോ നിങ്ങളുടെ പേഴ്സണൽ ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഇവർക്ക് ഡൗട്ടായി, നിങ്ങളാണോ ബെറ്റർ അവരാണോ ബെറ്റർ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നത്. അതാണ് ഉണ്ടായത്, അതാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം. പക്ഷെ വേൾഡാണ് ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് ഇവർ ഒരുപാട് ലെസൺസ് പഠിച്ചു. ക്യൂൻ ഓഫ് സോഡ്സിൽ നിന്ന് അവർ ക്യൂൻ ഓഫ് സോഡ്സ് റിയൽ മദർ ഫിഗർ അല്ലെങ്കിൽ മദറിൻ്റെ എനർജി കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അത് ശരിക്കും ഇവർ ഐ ഓപ്പണിംഗ് ആയിട്ടുണ്ട്. ഇവരെ ആ ഒരു ഡൗണിൽ നിന്ന് ഇവർ അപ്പിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഒതൻറ്റിക് ലൈഫിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് സ്റ്റാൻഡ് എടുക്കാൻ പഠിപ്പിച്ചു. ശരിക്കും കാർമിക്സ് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. കാർമിക്സ് വിചാരിച്ച രീതിയിൽ കുറച്ച് നാൾ അവർ പോയെങ്കിൽ അതിൽ നിന്നൊക്കെ കടന്നു വന്നിട്ട് അവർ ഒരുപാട് ലെസൺസ് പഠിച്ചു. നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ്, മറക്കാൻ പറ്റാത്ത മെമ്മറീസ്. 6 ഓഫ് കപ്സ് ആണ് കാണിക്കുന്നത്. സോ അവർ ഇതിൽ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചിറ്റ്സ് നോക്കാം. യൂണിവേഴ്സ് ഫസ്റ്റ് കാർഡിൻ്റെ ചിറ്റ്സ് നോക്കാം. ഓക്കെ, യെസ്, ഈഗോ ഡെത്ത് ഹാപ്പനിങ്. അവർക്ക് ഒരുപാട് ഈഗോ ഡെത്ത്, അവർക്ക് ഈഗോ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു നിങ്ങളുടെ കണക്ഷന് ഇതാക്കിയത്. ഇപ്പോൾ ഈഗോ ഡെത്ത് സംഭവിക്കുന്നുണ്ട്. ഫാമിലി ട്രിഗേഴ്സ്, ഞാൻ പറഞ്ഞില്ല, ക്യൂൻ ഓഫ് സോഡ്സ്. ഫാമിലിയിൽ നിന്ന്, അമ്മയിൽ നിന്നും, ഫാദറിൽ നിന്നൊക്കെ, ഒരുപാട് സിസ്റ്റേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് ട്രിഗേഴ്സ് വന്നു. ഇവരെ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഫാമിലി ട്രിഗേഴ്സ് ടൈമാണ്. ഒരുപാട് അവർക്ക് മതിയായി. അവർ വിചാരിച്ച പോലത്തെ ഒരു കണക്ഷനായിട്ടല്ല ഇവർക്ക് തോന്നിയത്. ഫാമിലിയിൽ നിന്ന് കണ്ട പോലെയല്ല. ഡിവിനിഷൻ ടൈം. അവർ സ്പിരിച്വൽ ഹീലിംഗ്, മേ ബി അവർ ഹീലിങ്ങിലേക്ക് അതാണ് ഉയർന്നേക്കുന്നത്. ഹീലിങ്ങിലേക്കും ഡിവൈനായിട്ട് അടുക്കാനുള്ള പല മാർഗ്ഗത്തിലൂടെ ലോ ഓഫ് അട്രാക്ഷൻ ആയിരിക്കാം, ഡിവൈനുമായിട്ട് കണക്ട്, ടാരോ റീഡിങ്ങിലേക്ക് പോകുന്നുണ്ടായിരിക്കും, ടാരോ പഠിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ റേക്കി പഠിക്കുന്നുണ്ടായിരിക്കും. എന്തൊക്കെയോ ഹീലിങ്സ് പഠിക്കാനും ഇൻഫോർമേഷൻസ് അറിയാനും തുടങ്ങിയിട്ടുണ്ട് അവർ. സോ ഫസ്റ്റ് പൈൽ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉടനെ തന്നെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ബിക്കോസ് ഈഗോ ഡെത്ത്, അവർ ഈഗോ ആയിരുന്നു അവരെ പിൻവലിപ്പിച്ചത്. ആ ഈഗോ ഡെത്ത് സംഭവിക്കുന്നു. അവർക്ക് ഫാമിലി ട്രിഗേഴ്സാണ്. ഫാമിലിയിൽ നിന്ന് ഒരുപാട് ട്രിഗേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി എങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലാക്കി കൊടുത്ത് അവർക്കറിയാം, പക്ഷെ ഒന്നുകൂടി ഡീപ്പറായിട്ട് മനസ്സിലാക്കി കൊടുത്തു. ആൻഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, തേർഡ് പാർട്ടി ആര് വേണമെങ്കിലും ആകാട്ടോ. ഇതിലെനിക്ക് ശരിക്കും കാണുന്ന മദർ ഫിഗറാണ് കാണിക്കുന്നത്. അമ്മയായിരിക്കും. ഇപ്പോൾ ഈ പൈൽ 1 ചൂസ് ചെയ്തവർക്ക് മേ ബി അമ്മയായിരിക്കും നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന വലിയൊരു തടസ്സം. അപ്പോൾ അവർ അതിൽ നിന്നൊക്കെ ആക്ഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്കൊരു ഏഞ്ചൽസ് മെസ്സേജിൻ്റെ ഒരു 3 മെസ്സേജ് എടുത്തതിന് ശേഷം പൈൽ 1 അവസാനിപ്പിക്കും. ബിക്കോസ് പൈൽ 1 അവർ എനർജി എടുക്കുകയാണ്. കാരണം ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഉള്ള മനസ്സമാധാനം കൂടിയാണ് കളയുന്നത്. അപ്പോൾ അവരതിൽ സ്ട്രോങ്ങർ ആയിട്ട് ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സോ ഫോർഗിവ്നെസ്, നിങ്ങളോട് പറയുന്നത് ഫോർഗിവ്നെസ് ചെയ്യൂ. പെർഫെക്റ്റ് ടൈമിങ്, ഡിവൈൻ ടൈമിങ്ങിലാണ് എല്ലാം നടക്കുക എന്ന് പറയാറുള്ള പോലെ ഫോർഗിവ്നെസ്, പെർഫെക്റ്റ് ടൈം, ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും.
റിമെയിൻ പോസിറ്റീവ്, സമാധാനപരമായിട്ടും സന്തോഷപരമായിട്ടും ഇങ്ങനെ പുഞ്ചിരിയോടെ എപ്പോഴും ലൈഫിനെ ഫേസ് ചെയ്യുക. വിഷമിച്ചിരുന്നത് കൊണ്ട് വിഷമങ്ങൾ വരാതിരിക്കില്ല, എപ്പോഴും ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യുക. സോ ഫോർഗിനെസ് നന്നായിട്ട് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ മദറിലോ അല്ലെങ്കിൽ അവരോടൊക്കെ ഫോർഗിനെസ് കൊടുക്കുക. തേർഡ് പേഴ്സണായിട്ട് വരുന്ന ആരൊക്കെ വന്നിട്ടുണ്ടോ അവരോട് ഫോർഗിനെസ് കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ കണക്ഷനിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈൽ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഉടനെ തന്നെ ആക്ഷൻ എടുക്കും. അവർക്ക് റിയൽ ആയിട്ടുള്ള ഫേസസ്, കാരണം അവർ വേറെ വേറെ കൺട്രിയിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ്, ഇനി അത് ബ്രേക്ക് ചെയ്യണം, ഇനി പറ്റത്തില്ല എന്നുള്ളൊരു എനർജിയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നല്ലൊരു റീഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് പൈലിലേക്ക് പോവാം. നെക്സ്റ്റ് പൈൽ നമ്മൾ ഏത് നമ്പറാണ് വെച്ചത്? ഓക്കെ, 9-5 ആണ്. സോറി, തെറ്റിപ്പോയി. 9-5 ആണ് നെക്സ്റ്റ് പൈൽ നമ്മൾ എടുത്തത്. അപ്പോൾ 9ഉം 5ഉം ചൂസ് ചെയ്ത അവർക്കുള്ള റീഡിങ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എന്താണ് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിങ്? ഞാനൊന്ന് ഷഫിൾ ചെയ്യാണ് കേട്ടോ. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് ഷഫിളിങ് ചെയ്യാണ്. യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽസ് എന്ത് മെസ്സേജസ് ആണ് ഇവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, യെസ്, 8 ഓഫ് വാൻസ് ആണ് കാണിക്കുന്നത് സെക്കൻഡ് പൈൽസ്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണ്, നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ പെട്ടെന്ന് വരുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മെസ്സേജ് വരാം, അതിന് ശേഷവും മെസ്സേജ് വരാനുള്ള ചാൻസസ് ഉണ്ട്. 5 ഓഫ് സോൾസ് ആണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ഫൈറ്റ് ചെയ്ത് പിന്നെ എന്താ പറയുക, ഒരു തല തല്ലി പൊളിച്ച പോയ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ബാലൻസ് ഉണ്ടായിരുന്നില്ല, രണ്ടുപേരും ഡിസ്റ്റോർട്ടഡ് എനർജിയിലായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവർ ആക്ഷൻ എടുക്കുമോ എന്നാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ഫിനാൻഷ്യലി അത്ര ഏബിൾ ആയിട്ടില്ല, അതാണ് മെയിനായിട്ട് അവർ തിരിഞ്ഞു പോയത്. പക്ഷേ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ ഓടി വരണമെന്ന് ആഗ്രഹിക്കുന്ന നൈറ്റ് ഓഫ് സോഡ്സ് ആണ് കാണിക്കുന്നത്. ആൻഡ് ജസ്റ്റിസ്, ഈ ഒരു കാർഡ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നുകൂടി ഷഫിൾ ചെയ്താണ്. നിങ്ങൾ തമ്മിൽ കാർമിക് കണക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി നന്നായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പേഴ്സൺ ജെന്യുവൻ ആണെന്ന്, കാരണം ഡബിൾ കാർഡാണ് കാണിക്കുന്നത്. ഇവർ തമ്മിൽ അല്ലെങ്കിൽ ഇവർ ഓറയിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബ്ലാക്ക് മാജിക് എനർജി ആയിരിക്കാം, നെഗറ്റീവ് എനർജീസ് ആയിരിക്കാം. യെസ്, 2 ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്. യെസ്, ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ് നന്നായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഡിസ്റ്റോർട്ടഡ് എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റോർട്ടഡ് എനർജി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവാതെ നിങ്ങളെ എന്താ പറയുക വെറുപ്പിച്ച് പോയ പോലെ പോയത്. കാരണം ഇതൊരു 5 ഓഫ് സോഡ്സ് ആണ്. നമ്മൾ എത്രയും വേദനിപ്പിച്ച് പോകുന്നൊരു പേഴ്സൺ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്താലും തകർത്ത് അവർ 3 സോഡ്സ് കയ്യിലാക്കി പോകുന്നൊരു പേഴ്സൺ, എന്നിട്ടും ഇവർ ഹാപ്പി. അങ്ങനത്തെ ഒരു ടോക്സിക് ആണ്. ഇതൊക്കെ ടോക്സിക് നേച്ചർ കാണിക്കുന്നത്. അവർക്ക് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള അൺഹീൽഡ് വേർഷൻസ് ഉണ്ടായിരുന്നു. മേ ബി നിങ്ങളുടെ കർമ്മയായിരിക്കും, കാർമിക് അക്കൗണ്ട്സ് ആയിരിക്കും. ജസ്റ്റിസ് ആണ്, സാറ്റേൺ കർമ്മയാണ് കാണിക്കുന്നത്. ഡബിളും ഉണ്ട്. മേ ബി ഇവർക്ക് ഒരുപാട് എനർജീസ് എടുത്ത് പോകുന്നത് കൊണ്ട് ഇവർക്ക് ആ എനർജീസൊക്കെ ഇവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. മേ ബി നല്ല പേഴ്സൺ ആയിരിക്കും, പക്ഷേ ഒരു സമയത്ത് ഒരു ഭയങ്കര ടോക്സിക് ആയിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഔട്ട് ഓഫ് ബാലൻസ് ആയിരുന്നു. അവർക്ക് ബാലൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റിൽ അവർക്ക് നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ കാർഡ് വന്നിട്ടുണ്ട്. റീയൂണിയൻ ആവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, റീകൺസിലേഷൻ. അതുപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, അവർക്കൊന്ന് ഫിനാൻഷ്യലി അവർക്കൊരു സ്റ്റേബിലിറ്റി കിട്ടിയിട്ടുണ്ട്. അതിലൊന്നുകൂടി സ്റ്റേബിൾ ആയതിനു ശേഷമാണ് ഇവർ ആക്ഷൻ എടുക്കുക. അപ്പോൾ മേ ബി 1 ഇയർ ആയിരിക്കാം ആക്ഷൻ എടുക്കുന്നുണ്ടായിരിക്കാം. മറ്റേ കാർഡ്സ് ആണെങ്കിൽ ഫസ്റ്റ് പൈൽ 1 ഒന്നുകൂടി സ്പീഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് കപ്സും കാണിക്കുന്നുണ്ട്. 1 ഇയർ, അതുകൊണ്ടാണ് പറഞ്ഞത് 1 ഇയർ. ബിക്കോസ് നൈറ്റ് ഓഫ് കപ്സ് മീൻസ് മെച്ചുവേർഡ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് അവരുടെ കംപ്ലീറ്റ് ഡിസ്റ്റോർട്ടഡ് എനർജി മാറ്റി വെച്ചിട്ടാണ് അവർ ഇനി നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ കാണുന്നവർക്ക് നിങ്ങൾക്ക് ബാലൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ക്രൗൺ ചക്ര അതുപോലെ റൂട്ട് ചക്രയിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നുണ്ട്, പക്ഷെ വിത്തിൻ 1 ഇയർ ഒക്കെ ആയിരിക്കും. ഓക്കെ, 4 ചിറ്റ്സ് വീണിട്ടുണ്ട്, നമുക്ക് നോക്കാം. കാർമിക് റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തമ്മിൽ കാർമിക് റിലേഷൻഷിപ്പ് അതിന് എനിക്ക് ഫീൽ ചെയ്ത് ടോക്സിക് ഡബിൾ കാണിക്കുന്നുണ്ട്, ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ കാർമിക് ആണെങ്കിൽ കാർമിക്കിൻ്റെ കൂടെ നിൽക്കണോ, അതോ അല്ലെങ്കിൽ നൈറ്റ് ഓഫ് കപ്സ് 1 ഇയർ എന്ന് പറയുന്നത് മേ ബി പുതിയ പേഴ്സൺ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ മാറി വരുന്നതായിരിക്കും. ഓപ്ഷൻസ് ഉണ്ട്. ട്വിൻ ഫ്ലെയിം എന്ന് കാണിക്കുന്നു. ഇതിൽ കാണുന്ന കുറച്ച് പേർക്ക് ട്വിൻ ഫ്ലെയിം എനർജി ആയിട്ട് പറയുന്നുണ്ട്. ഫയർ സൈൻസ് ആണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. നിങ്ങളുടെ പേഴ്സൺ ഫയർ സൈൻസ് ആണെങ്കിൽ അവർ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സെക്കൻഡ് ചാൻസ്, രണ്ടാമത്തെ ഒരു ചാൻസ് ചോദിച്ചാൽ അവർ വരാനുള്ള ചാൻസസും ഹൈ ആണ്. അപ്പോൾ ഇതിൽ ടോക്സിക് നേച്ചറും കാണിക്കുന്നുണ്ട്. കാരണം ചില ട്വിൻ ഫ്ലെയിം ആയിട്ടും കാണിക്കുന്നുണ്ട്. അത് റെയറാണ്, എല്ലാവരും ആവണമെന്നല്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സണ് ഏതൊക്കെയോ ലൈഫ് ടൈമിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് ട്രെയ്റ്റ്സ് വന്നിട്ടുണ്ട്. ആ ടോക്സിസിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റോർട്ടഡ്, മേ ബി അവർക്ക് ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ളത് കൊണ്ടായിരിക്കും ആരും സ്നേഹിക്കാതെ, ആരും ഇവർക്കൊന്നും ഗിഫ്റ്റ്സ് ഒന്നും കൊടുക്കാതെ ഇവരിങ്ങനെ ഒരു
എന്താ പറയുക, ഒരു സ്നേഹം കിട്ടാതെ അങ്ങനത്തെ ഒരു മരുഭൂമി പോലുള്ള അവസ്ഥ, മീൻസ് വെള്ളം കിട്ടാതെ ആകുമ്പോൾ ആ ഒരു ചുട്ടുപൊഴുക്കുക എന്ന് പറയുന്നത് അവരും ഉള്ളിലും അവർക്ക് ഭയങ്കര ദേഷ്യം, റിവെഞ്ച് ആയിട്ടുണ്ടായിരിക്കാം. ഇപ്പം അതുകൊണ്ടായിരിക്കും ഈ ടോക്സിസിറ്റി കാണിക്കുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് യുവർ ചോയ്സ് ആണ്. വരുന്നുണ്ട് അവർ 1 ഇയറിന് ശേഷം അവരൊന്നുകൂടി നല്ല ഡിവൈൻ എനർജി ആയിട്ട് വരാൻ ചാൻസസ് കാണിക്കുന്നു. ചിലവർക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സസ് ആണ്, വെദർ യു ടു ചൂസ് ഓർ ലീവ്. ഓക്കെ, നമുക്കിനി ഏഞ്ചൽസിനോട് ചോദിക്കാം. ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് ആണ് 9-5 എന്നുള്ള സെക്കൻഡ് ഫയലിന് കൊടുക്കുന്ന മെസ്സേജസ്. ഇതിൽ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഫയർ സൈൻസിൻ്റെ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് ചാൻസസ് ചോദിക്കുന്നുണ്ട്. കാർമിക് റിലേഷൻഷിപ്പാണ് നമ്മൾ എന്ന് പറയുന്നുണ്ട്. പീസ്ഫുൾ റെസൊല്യൂഷനായിട്ട് പോകാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട് കേട്ടോ. യെസ്, നോ കാർഡ് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് ടോക്സിക് നേച്ചറുള്ള ഒരു പേഴ്സണെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും എക്സ്ട്രീമായിട്ട് ഉപദ്രവിച്ചൊരു നിങ്ങളെ ഉപദ്രവിച്ച പേഴ്സൺ ആണെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ കൂടെ തിരിച്ച് പിന്നെ പോകണമെന്ന് പറയാറില്ല. പിന്നെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സോളിന് ബോണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ തോന്നും. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സസ് ആണ് കേട്ടോ. നോ കാർഡ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് വേണ്ടാന്നാണ് പറയുന്നത്. ആൻഡ് ഡു നോട്ട് സ്റ്റോപ്പ് എന്നൊരു കാർഡാണ്. മീൻസ് നിങ്ങൾ ഇന്നവർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് നിർത്തണ്ട, നിങ്ങൾ ഇന്നവർക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ പുതിയ പാർട്ട്ണറായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ പാർട്ട്ണർ തന്നെ ഒന്ന് മാറിയിട്ട് വരുന്നുണ്ടായിരിക്കും. ഇതാണ് കാണിക്കുന്ന. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുമോ എന്നുള്ള ചോദ്യമാണെങ്കിൽ 2 പൈലാണ് നമ്മൾ സെലക്ട് ചെയ്ത്. പൈൽ 1 നടക്കുമെന്നാണ് പറഞ്ഞത്. പൈൽ 2 വിത്തിൻ 1 ഇയർ ആണ് കാണിക്കുന്നത്. 2 ഓപ്ഷനാണ് പൈൽ 2 പറയുന്നത്. ട്വിൻ ഫ്ലെയിംസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ റിയൽ പാർട്ട്ണർ ഇനി വരുന്നുണ്ടായിരിക്കും, നിങ്ങളും കൂടി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർ തന്നെ സെക്കൻഡ് ചാൻസസ് ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനാണ് കൊടുക്കണോ അതോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്സ് ഇവിടെ എൻഡ് ചെയ്യാണ്. നാളെ വേറെ റീഡിങ്സ് ആയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ബട്ട് റെസനേറ്റഡ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. താങ്ക് യു എന്ന് അറ്റ്ലീസ്റ്റ് താങ്ക് യു സോ മച്ച് എന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഐ ക്ലെയിം ദിസ് എനർജി എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പോസിറ്റീവായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ടാരോ കോഴ്സ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി 5-6 ബാച്ചസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാനൊക്കെ ആകുമ്പോഴേക്കും ടാരോയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലാണെങ്കിൽ സൂം ക്ലാസ്സസ് പോലെ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ പറയുക, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. പെയ്ഡ് ആയിരിക്കും കേട്ടോ. ടാരോ പഠിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും. 1 മന്തിൻ്റെ ക്ലാസ്സാണ്. ഞാനിപ്പോൾ എന്താ പറയുക, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. മീൻസ് ടെലഗ്രാമിലാണ്. അതിൽ 1 മന്ത് 27 ഡേയ്സ് ക്ലാസ്സാണ്. അതിനുശേഷം 10 ഡേയ്സിൻ്റെ പ്രാക്ടീസ് സെഷൻസാണ്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലാണെങ്കിൽ സൂം ക്ലാസ്സസ് 5 ഡേയ്സിൻ്റെ ക്ലാസ്സസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പെയ്ഡ് റീഡിംഗ് ആയിരിക്കും. ഓക്കെ, പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ ടൈം 10 to 5 ആണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക. അതിന് ശേഷം മെസ്സേജ് ചെയ്യാതിരിക്കുക. പിന്നെ വേണമെങ്കിൽ നാളേക്ക് വേണ്ടിയിട്ട്, നെക്സ്റ്റ് ഡേക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ഉറപ്പാണ്, റീഡിങ്സ് എടുക്കണമെന്ന് ഉറപ്പാണെങ്കിൽ മാത്രം ആഫ്റ്റർ 5 മെസ്സേജ് ചെയ്യുക. അത് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്ത് പേരും ക്വസ്റ്റ്യൻസും കൊടുക്കുക. ഓക്കെ, ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അതും വേണമെങ്കിൽ താല്പര്യം വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ 1 ആൻഡ് ലെവൽ 2 ഉണ്ട്. അപ്പോൾ അതും ലെവൽ 1 ഒരുപാട് ടെക്നിക്സ് പഠിക്കുന്നു. അതിന് അഡ്വാൻസ്ഡ് ആണ് ലെവൽ 2 പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം, ഒരുപാട് സ്റ്റക്കാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിങ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.